കഥകൾ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും നാഷണൽ ബഡീസിന്റെ സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും കഥകൾ ഒത്തിരി ഇഷ്ടമാണല്ലേ. കഥകൾ ഇഷ്ടപ്പെടാത്തവരായി ആരുമില്ല. നല്ല കഥകൾ കേട്ടാൽ മുതിർന്നവരും കുട്ടികളെ പോലെ അതിന് കാതോർക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല കഥയാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. തമിഴ്നാടിനടുത്ത് രാമേശ്വരം എന്ന സ്ഥലത്ത് ഒരു സമ്പന്ന കുടുംബം ജീവിച്ചിരുന്നു. അച്ഛനും അമ്മയും 5 മക്കളും അടങ്ങിയ കുടുംബം. അങ്ങനെ ഇരിക്കെ അവരുടെ ബിസിനസ് നഷ്ടത്തിലായി. അവരുടെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു. ദരിദ്രരായി. അന്നന്ന് ജോലി ചെയ്ത് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ടാണ് പിന്നീട് അവർ ജീവിച്ചത്. ഈ വരുമാനം കൊണ്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ആ അച്ഛന് കഴിഞ്ഞിരുന്നില്ല. ഈ കുടുംബത്തിലെ ചെറിയ കുട്ടിയാണ് നമ്മുടെ ഹീറോ. ചെറുപ്പം തൊട്ടേ പഠിക്കാൻ അതിയായ ആഗ്രഹമുള്ളവനായിരുന്നു അവൻ. പഠിത്തത്തോടൊപ്പം ചെറിയ ജോലികൾ ചെയ്ത് അവൻ അച്ഛനെ സഹായിച്ചു. പത്രവിതരണമായിരുന്നു അവൻ കണ്ടെത്തിയ തൊഴിൽ. അടുത്തൊരമ്പലത്തിൽ സൗജന്യമായി കണക്ക് പഠിപ്പിക്കുന്നുണ്ടെന്നറിഞ്ഞ് അവനും അവിടെ ചേർന്നു. രാവിലെ 4 മണിക്കായിരുന്നു ക്ലാസ്. അവൻ രാവിലെ 3:30 എണീറ്റ് ക്ലാസ്സിന് പോകും. 1 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞ് പ്രഭാത നിസ്കാരത്തിനായി പള്ളിയിലേക്ക് പോകും. അവിടെ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി വിതരണം ചെയ്യാനുള്ള പത്രങ്ങൾ ശേഖരിക്കും. ഇങ്ങനെയായിരുന്നു അവന്റെ ദിനചര്യ. 12ാം വയസ്സ് വരെ ഇങ്ങനെ തുടർന്നു. 12ാം വയസ്സിൽ അച്ഛൻ അവനോട് ചോദിച്ചു, മോനെ, എന്താണ് നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം? ഒട്ടും ചിന്തിക്കാതെ അവൻ പറഞ്ഞു, എനിക്ക് നന്നായി പഠിക്കണം. ഇത് കേട്ട് ആ അച്ഛന് സങ്കടമായി. പഠിക്കാൻ ഇത്രയുമേറെ ആഗ്രഹമുള്ള തന്റെ മോനെ പഠിപ്പിക്കാൻ തനിക്ക് കഴിഞ്ഞില്ലല്ലോ. അങ്ങനെ 12ാം വയസ്സിൽ അവനെ അടുത്തൊരു സ്കൂളിൽ ചേർത്തു. സ്കൂളിലെ നിയമങ്ങളും മര്യാദകളും ഒന്നും അവനറിയില്ല. ഏത് ക്ലാസ്സിലും പോയി ഇരിക്കാമെന്നാണ് അവൻ കരുതിയത്. അങ്ങനെ അവനൊരു ക്ലാസ്സിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ അധ്യാപകൻ അവനോട് ചോദിച്ചു, ഏത് ക്ലാസ്സിലേക്കാണ്? അറിയില്ല എന്നായിരുന്നു അവന്റെ മറുപടി. ഇത് കേട്ട് ഉടനെ ആ സാർ പറഞ്ഞു, ഏത് ക്ലാസ്സിലേക്കാണ് എന്ന് പോലും അറിയാത്ത നീയാണോ പഠിക്കാൻ വന്നിരിക്കുന്നത്? അവന് വളരെ വിഷമം തോന്നി. എങ്കിലും മനസ്സിലൊളിപ്പിച്ചു. ആ സാറിന്റെ ആ ചോദ്യത്തിന് പിന്നീട് അവൻ പകരം വീട്ടി. എങ്ങനെയാണെന്നല്ലേ? കണക്കിൽ 100ൽ 100 വാങ്ങിയായിരുന്നു പ്രതികാരം. അങ്ങനെ അവന്റെ സ്കൂൾ പഠനം കഴിഞ്ഞു. തുടർ പഠനത്തിനായി കോളേജിൽ ചേർന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിപ്പിക്കുന്ന കോളേജായിരുന്നു അവൻ തിരഞ്ഞെടുത്തത്. അന്ന് ഇന്നത്തെ പോലെ ഗവൺമെന്റ് സ്കൂളുകളൊന്നും ഇല്ലായിരുന്നു. സമ്പന്നർക്ക് മാത്രമുള്ളതായിരുന്നു വിദ്യാഭ്യാസം. അവിടുത്തെ പഠനം കഴിഞ്ഞ് അവൻ മറ്റൊരു കോളേജിൽ ചേർന്നു. പക്ഷെ അവിടെ 1000 രൂപ ഫീസ് വേണമെന്നാവശ്യപ്പെട്ടു. അത് അവനെ കൊണ്ട് കഴിയില്ലായിരുന്നു. അങ്ങനെ മനസ്സോടെ തന്റെ സ്വപ്നങ്ങൾ ഉപേക്ഷിച്ച് അവൻ തിരിച്ചു വന്നു. അപ്പോൾ തന്റെ മൂത്ത സഹോദരി അവരുടെ ആഭരണങ്ങളെല്ലാം ഊരിക്കൊടുത്തിട്ട് പറഞ്ഞു, ഈ പണം കൊണ്ട് നീ നിന്റെ പഠനം പൂർത്തിയാക്കും. അങ്ങനെ അവന്റെ സ്വപ്നങ്ങൾക്ക് വീണ്ടും ചിറകുമുളച്ചു. അവൻ പഠനം തുടർന്നു. ക്ലാസ് മുറിയിലെ പഠനം അവന് മതിയായി. അവൻ കൂടുതൽ സമയവും ലൈബ്രറികളിൽ ചിലവഴിച്ചു. കൂടുതലും വായിച്ചത് ആകാശത്തെക്കുറിച്ചും വിമാനത്തെക്കുറിച്ചുമുള്ള പുസ്തകങ്ങളായിരുന്നു. അങ്ങനെ അവനൊരു പൈലറ്റ് ആവണമെന്ന് ആശിച്ചു. പക്ഷെ അതിനു കഴിഞ്ഞില്ല. അവൻ ഒരു ശാസ്ത്രജ്ഞനായി മാറി. ISROയിലെ പഠനങ്ങളും പരീക്ഷണങ്ങളും അവനെ ഇന്ത്യയുടെ മിസൈൽ മാൻ എന്ന പദവിയിലേക്ക് എത്തിച്ചു. തന്റെ നേട്ടങ്ങൾ കൊണ്ട് അവൻ ലോകത്തെ ഞെട്ടിച്ചു. പിന്നീട് അദ്ദേഹം ഇന്ത്യ കണ്ട ഏറ്റവും നീതിമാനായ രാഷ്ട്രപതിയായി. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലേ? അദ്ദേഹമാണ് APJ അബ്ദുൽ കലാം. വിദ്യാഭ്യാസത്തിന് പോലും വകയില്ലാതെ ന്യൂസ് പേപ്പർ ബോയ് ആയിരുന്ന അദ്ദേഹത്തിന് ഇത്രയും ഉയരങ്ങളിൽ പറക്കാൻ കഴിയുമെങ്കിൽ നമുക്കും കഴിയും. ഒപ്പം നമ്മുടെ സ്വപ്നങ്ങളെ മുറുകെ പിടിച്ച് പറന്നുയരാം.